അപകടമുണ്ടായാൽ തകർന്നു പോകാവുന്ന സാമ്പത്തിക അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ ഈ പോളിസി നിങ്ങൾക്കുള്ളതാണ്. ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്ലാനുകൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകാത്ത സാഹചര്യങ്ങളിൽ താങ്ങും തണലുമാകുന്ന ഒരു പദ്ധതിയാണ് LIC ബീമാ കവച്. പെട്ടെന്നുള്ള രോഗം, അപകടം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ അടിയന്തര സാഹചര്യങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. ആശുപത്രി ബില്ലുകൾ, EMI-കൾ, കുടുംബത്തിന്റെ മറ്റു ചെലവുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിഞ്ഞേക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനാണ് LIC ബീമാ കവച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വർഷങ്ങളോളം നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സാമ്പത്തിക ഭദ്രത ഒറ്റയടിക്ക് നഷ്ടമാകാതിരിക്കാൻ ഇത് സഹായിക്കും. LIC ബീമാ കവച് എന്നത് ഒരു നോൺ ലിങ്ക്ഡ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പേഴ്സണൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ്. പോളിസി കാലാവധിക്കിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ഒരു വലിയ തുക നൽകി പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പോളിസിയാണിത്. ഇത്തരം പദ്ധതികൾ സാധാരണയായി പരമ്പരാഗത എൻഡോമെന്റ് അല്ലെങ്കിൽ മണി ബാക്ക് പ്ലാനുകൾ പോലെ വലിയ മെച്യൂരിറ്റി റിട്ടേണുകൾ നൽകില്ല. പകരം താങ്ങാനാകുന്ന തുകയിൽ ലൈഫ് കവറും സാമ്പത്തിക സുരക്ഷയും നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ന്യായമായ പ്രീമിയത്തിൽ മികച്ച സംരക്ഷണം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. പോളിസി കാലാവധിക്കിടെ കുടുംബത്തിലെ പ്രധാന വരുമാനക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ കടങ്ങൾ അല്ലെങ്കിൽ EMI-കൾ അടച്ചു തീർക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾക്കുമൊക്കെ ഇൻഷുറൻസ് തുക സഹായിക്കും. മാത്രമല്ല, കുടുംബം പരിഭ്രാന്തരായി സ്വത്തുക്കൾ വിൽക്കുന്നതോ ഉയർന്ന പലിശയ്ക്ക് കടം വാങ്ങുന്നതോ ഒക്കെ ഒഴിവാക്കാനും സാധിക്കും. പലരും സമ്പാദ്യത്തെയോ ചെറിയ ഇൻഷുറൻസ് പോളിസികളെയോ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു അപകടം സംഭവിച്ചാൽ അവയെല്ലാം ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. ബീമാ കവച് പോലെയുള്ള ഒരു പദ്ധതിയിൽ ചേരുന്നത് മനസ്സമാധാനം കൂടി നൽകുന്ന ഒന്നാണ്. കാരണം ഇത് പ്രധാനമായും റിസ്ക് കവറേജിന് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ബീമാ കവച് സാധാരണയായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഒരു സം അഷ്വേർഡ് തിരഞ്ഞെടുക്കുന്നു. പോളിസി കാലാവധിക്കിടെ നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ കുടുംബത്തിന് ലഭിക്കുന്ന തുകയാണിത്. അടുത്തതായി നിങ്ങൾ പോളിസി ടേം തിരഞ്ഞെടുക്കണം. അതിനുശേഷം നിങ്ങളുടെ പ്രായത്തിനും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് എത്ര വർഷത്തേക്ക് നിങ്ങൾക്ക് കവറേജ് വേണം എന്ന് തീരുമാനിക്കണം. പ്രതിമാസം, 3 മാസത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ എന്നിങ്ങനെ പ്രീമിയം അടയ്ക്കാം. കുടുംബത്തിലെ പ്രധാന വരുമാനക്കാരനായ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ, വരുമാനത്തിനായി പലരെയും ആശ്രയിക്കുന്നവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ചെറുകിട ബിസിനസ് ഉടമകൾ, കുട്ടികളുടെ ഭാവിക്ക് സംരക്ഷണം ആഗ്രഹിക്കുന്ന യുവ മാതാപിതാക്കൾ, വീട്ടുകടം, വാഹന വായ്പ, വ്യക്തിഗത വായ്പ തുടങ്ങിയവയുള്ള ആളുകൾ എന്നിങ്ങനെയുള്ളവർക്ക് LIC ബീമാ കവച് വളരെ അനുയോജ്യമാണ്. അടുത്തതായി പ്രീമിയത്തെ കുറിച്ച് നോക്കാം. LIC ബീമാ കവചിന്റെ പ്രീമിയം സാധാരണയായി ചില പ്രധാന ഘടകങ്ങളെ ആശ്രയിച്ചാണ് വരിക. കുറഞ്ഞ പ്രായക്കാർക്ക് സാധാരണയായി കുറഞ്ഞ പ്രീമിയം നൽകുന്നുണ്ട്. ഉയർന്ന കവറേജ് തുകയ്ക്ക് ഉയർന്ന പ്രീമിയം ആവശ്യമായി വരും. ദൈർഘ്യമേറിയ പോളിസി ടൈം തിരഞ്ഞെടുത്താൽ പ്രീമിയം ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ആരോഗ്യവും ജീവിതശൈലിയും കൂടി ഈ സമയത്ത് പരിഗണിക്കപ്പെടുന്നുണ്ട്. ആരോഗ്യപരമായ അവസ്ഥകൾ, മെഡിക്കൽ ഹിസ്റ്ററി, പുകവലി പോലെയുള്ള ശീലങ്ങൾ എന്നിവ പ്രീമിയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. LIC ബീമാ കവചിന്റെ പ്രധാന ഗുണങ്ങൾ നോക്കിയാൽ ഒന്നാമത്തേത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷ എന്നത് തന്നെയാണ്. പോളിസി കാലാവധിക്കിടയിൽ നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ നിങ്ങളുടെ നോമിനികൾക്ക് ഒരു വലിയ തുക ലഭിക്കും. അടുത്തത് മനസ്സമാധാനം തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ഒരു വ്യക്തമായ ബാക്കപ്പ് പദ്ധതി ഉണ്ടെന്നത് നിങ്ങൾക്ക് ആശ്വാസകരമായിരിക്കും. മാത്രമല്ല, മറ്റ് പോളിസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോംപ്ലിക്കേഷൻസ് കുറവാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് ചുരുക്കം. ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുന്ന ഒന്നാണ് LIC ബീമാ കവച് പോളിസി എന്നാണ് ചുരുക്കി പറയാൻ സാധിക്കുക. പോളിസി എടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ മറക്കരുത് എന്ന് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രീമിയം അടയ്ക്കുന്ന രീതി തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. പോളിസി എടുക്കുന്നതിന് മുമ്പ് LICയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഇത് പുതിയ പോളിസി ആയതിനാൽ വലിയ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. എന്നിരുന്നാലും പോളിസി ഡോക്യുമെന്റുകൾ കൃത്യമായി വായിച്ച ശേഷം മാത്രം പോളിസി എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.